ലാലേട്ടൻ മലയാള സിനിമാ പ്രേമികൾക്ക് ഒരു വികാരമാണ്. വില്ലനായും ചിരിപ്പിക്കുന്ന നായകനായും തിളങ്ങി നിൽക്കുന്ന ലാലേട്ടൻ്റെ പ്രയാണം വില്ലൻ നരേന്ദ്രനിലൂടെയാണ്. പിന്നീട് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന 100 കഥാപാത്രങ്ങൾ. അതിൽ ഇന്ദുചൂഡനും ജഗന്നാഥനും നീലകണ്ഠനും ജയകൃഷ്ണനും ലൂസിഫറും ഓഡിയനും ഒക്കെയും എടുത്തുപറയേണ്ട വിസ്മയങ്ങൾ തന്നെയാണ്. ആ നടന വിസ്മയത്തിൻ്റെ വിവാഹം 1988 ഏപ്രിൽ 28-നായിരുന്നു നടന്നത്. അന്നു മുതൽ ലാലേട്ടൻ്റെ നിഴലായി സുചിത്രയുണ്ട്. വീട്ടുകാര്യങ്ങൾക്ക് പുറമെ മെഗാസ്റ്റാർ തുടങ്ങിവച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയുടെ പങ്ക് ചെറുതല്ല. കോടീശ്വരപുത്രിയായി ജനിച്ച സുചിത്ര പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്നും പലപ്പോഴും വിട്ടുനിൽക്കുകയാണ് പതിവ്. എന്നാൽ മകൻ പ്രണവ് അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം റിലീസിൻ്റെ അന്ന് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചു. പ്രണവ് എന്ന നടൻ്റെ അഭിനയ മികവ് സോഷ്യൽ മീഡിയ പുകഴ്ത്തുമ്പോൾ ശരിക്കും കയ്യടി നൽകേണ്ടത് സുചിത്രയ്ക്കാണ്. കാരണം അവരുടെ ത്യാഗത്തിൻ്റെ വിലയാണ് അവരുടെ കുടുംബം. ലാലേട്ടൻ്റെ വീടിൻ്റെ നെടുന്തൂൺ സത്യത്തിൽ സുചിത്ര തന്നെയാണ് എന്ന് പറയാം. അത്രയും പണം ഉണ്ടായിട്ടും മെഗാസ്റ്റാറിൻ്റെ ഭാര്യയായിട്ടും എളിമയോടെ മാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമങ്ങൾ അവരെ വളഞ്ഞപ്പോഴും ക്ഷമയോടെയുള്ള അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകളും നടന്നിരുന്നു. ആശീർവാദ്, സിനിപ്ലക്സ്, വിസ്മയ മാക്സ്, ട്രാവൻകൂർ കോർട്ട് തുടങ്ങിയ ലാലേട്ടൻ്റെ കയ്യൊപ്പ് പതിഞ്ഞത് നിരവധി ബിസിനസ് മേഖലകളിൽ. സിനിമാ നിർമ്മാണവും ഡിസ്ട്രിബ്യൂഷനും മുതലും ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ, ഫിലിം സ്റ്റുഡിയോ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴും സുചിത്ര ലാലിൻ്റെ ഒപ്പം തന്നെയുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ വളർച്ചയിലും സുചിത്രയുടെ പങ്ക് ചെറുതല്ല. ലാലിൻ്റെ അമ്മയെ നോക്കാൻ ഒരു ഹോം നഴ്സിനെ പോലും തുടക്ക സമയത്ത് സുചിത്ര വച്ചിരുന്നില്ല. എല്ലാം നോക്കിയത് താരപത്നിയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രവുമല്ല, മക്കളുടെ ആഗ്രഹത്തിന് ഒപ്പം നിന്ന ഒരു അമ്മ കൂടിയാണ് സുചിത്ര. മക്കളിൽ ഒരാളെയെങ്കിലും ഡോക്ടർ ആക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് സുചിത്ര പറഞ്ഞിരുന്നു. എന്നാൽ മക്കളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് ഒപ്പം നിൽക്കുകയായിരുന്നു സുചിത്ര മോഹൻലാൽ. ശരിക്കും പ്രണവ് എന്ന നടൻ്റെയും മോഹൻലാൽ എന്ന മഹാനടൻ്റെയും ബാക്ക് ബോണാണ് സുചിത്ര. അവരുടെ ത്യാഗം തന്നെയാണ് ഇവരുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും. 1988 ഏപ്രിൽ 28-നായിരുന്നു ഇരുവരുടെയും വിവാഹം. തമിഴ് നിർമ്മാതാവ് ബാലാജിയുടെ മകളാണ് സുചിത്ര. മോഹൻലാലിൻ്റെ കടുത്ത ആരാധികയായിരുന്നു സുചിത്ര. എന്നും പ്രിയ താരത്തിനു കത്തുകളും കാർഡുകളും അയക്കുമായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദം പിന്നീട് പ്രണയത്തിൽ എത്തിയെന്നും റിപ്പോർട്ടുണ്ട്.